നീ എനിക്ക് വാതിൽ പൊളിക്കാതെ വീട്ടിൽ കയറി എങ്ങനെ മോഷ്ടിക്കാന്നുള്ള വിദ്യ എന്ന് പറഞ്ഞു തന്നെ. അല്ലളിയാ, അതിന് നീ ജനൽ വഴിയല്ലേ കേറുന്നത്? അതിന് ബാങ്ക് ലോക്കറിന് ജനൽ ഉണ്ടാവില്ലല്ലോ അളിയാ. ദേ നോക്കിയാ കന്യയുടെ വീട്ടിൽ നിന്ന് കക്കാൻ കയറേണ്ടതാ. ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്റെ പൊന്നളിയാ. നാളെ നിയമസഭാ അംഗങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് യോഗം ചേരാൻ പോവുകയാണ്. ദൈവമേ, ഇന്ന് കുമാരന്റെ വീട്ടിൽ കക്കാൻ കയറുകയാണ്. അളിയാ അളിയാ എന്റെ പൊന്നളിയാ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കൂടുതൽ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കണം അളിയാ. അതിന് നമ്മൾ തീർച്ചയായും സൈലന്റ് ആയിരിക്കുമല്ലോ. പക്ഷെ നിന്റെ വായിന്നാണല്ലോ ഇടക്കിടക്ക് ഈ ഹായും ബായിയൊക്കെ വരുന്നത്. അത് മാത്രമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴിക്ക് ഓടുവല്ലേ. ഇതാ പിന്നെയും പോയി. ഇതാ പോകുന്നു. കാറിന്റെ ടയർ പഞ്ചറായാൽ ഉടൻ തന്നെ അത് മാറ്റണം. യുവമാരുടെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും അവരെ എങ്ങും കാണുന്നില്ലല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനും നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. നിക്കേ, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. അതെ, ഒരു മിനിറ്റ്. എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ആ, അത് നോക്ക്, അവിടെയുണ്ട്. എന്റെ പൊന്നളിയാ, ഇന്ന് കക്കാൻ കേറാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അല്ല, ഇതെവിടെ പോയി? പിന്നെ മുങ്ങിയോ? ഇവിടെ ഉണ്ടായിരുന്നോ? ചാടി കളിക്കുവല്ലേ? എടാ, പിന്നെയും കാണാണ്ടായി. നിക്ക്, ഞാൻ GPS-ലൊന്ന് നോക്കട്ടെ. അടിപൊളി ഹണി. റൈറ്റിലോട്ട് തിരിക്കേ. ഇനി ലെഫ്റ്റിലോട്ട് പോട്ടെ. നേരെ വീണ്ടും റൈറ്റിലോട്ട്. ഇനി ലെഫ്റ്റ്. ഇനി നിർത്തിക്കോ. ഓക്കെ, ഇനി എവിടെയാന്ന് വെച്ചാ പൊക്കോ. അല്ല, നിങ്ങളുടെ ഈ നോട്ടം കണ്ടാല് ഞാൻ വീണ്ടും എന്തോ മണ്ടത്തരം കാണിച്ച പോലെ ഉണ്ടല്ലോ. പക്ഷെ എന്ത് മണ്ടത്തരാ കാണിച്ചു? മനസ്സിലായി. എന്റെ അമ്മ, ഞാനതൊക്കെ മറന്നു. സോസ് എടുക്കാൻ വിട്ടുപോയി. ഹായ് ഹായ് ഹായ്. ഇന്ന് ഈ ഇരിക്കുന്ന ഈ ചെയ്യൂ എന്റേതാണ്. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്. അങ്ങനെ പശ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ ഊരിക്കൊണ്ട് പോകുന്നു കാണട്ടെ. ഇത് കണ്ടോ? എന്റെ വാച്ച് കണ്ടോ? നല്ല സൂപ്പർ വാച്ചാ. കാണുന്നുണ്ടോ ഇല്ലയോ? ഇതില് രത്നങ്ങളുണ്ട്. ഈ വാച്ച് ഞാൻ സ്വന്തമാക്കിയേ അടങ്ങൂ. ഹേയ്, ഞാൻ പിടിച്ചു. അയ്യോ എന്റെ തേടാ, എന്റെ നാക്കിന്ന് വീട് ചേർത്താ. ഇങ്ങോട്ട് വാടാ. നീ ഇത് എങ്ങോട്ടാ ഓടിക്കളിക്കുന്നത്? കൊച്ചളിയാ, ഇങ്ങോട്ട് വാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്റെ പൊന്നി ചേട്ടാ, എന്നെ ഒന്ന് വെറുതെ എവിടെയാ വിടേടാ. ദാ പോകുന്നു. ദാ പോകുന്നു. അല്ല, ദേ ഇപ്പൊ അവിടെ. അളിയാ, എന്റെ പൊന്നളിയാ, വേഗം ഒന്ന് വിട്ടോളിയോ. ദാ ഇവിടെയുണ്ട്. ദേ ഇവിടെയുണ്ട്. എനിക്കൊന്നും അറിയില്ല. വേണമെങ്കിൽ തന്നെ പോയി നോക്ക്. ഗണ്ണാജിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പാരീസിൽ നിന്ന് വരുത്തിയതാണ് ഈ നെക്ലസ്. അയ്യോ, എന്റെ ഫോൺ എവിടെ പോയി? എന്റെ പൊന്നളിയോ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടണോളിയോ. എന്റെ കൈ പോലും കിട്ടിയിട്ടില്ല ആശാനെ. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ കൈ കിട്ടുന്നത്? പറയുന്നേ. മൂങ്ങകള് രാത്രി ഉറങ്ങാറില്ല എന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെയല്ല, ചാറ്റുള്ളവന്മാര് മാത്രമേ രാത്രി ഉറങ്ങാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ളവന്മാര് മൊത്തം വെട്ടിയിട്ട വാഴ പോലെ കിടന്ന് ഉറങ്ങുന്നേ. എല്ലാവരും വേഗം തവളെ പിടിക്കേ. പിടിച്ചു കഴിഞ്ഞ് വേഗം എന്നെ കൂടി വിവരം അറിയിച്ചേക്കണേ. എനിക്കും കുറച്ച് പേയ്മെന്റ് അവൻ തരാനുണ്ട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടിപ്പോയി. വേഗം നമുക്ക് അവനെ പിടിക്കണം. ഈ കയറ് വെച്ച് നമുക്ക് അവനെ പിടിക്കാൻ പറ്റും. പിടികിട്ടി. ചേട്ടന്മാരെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ കിട്ടാൻ പോകുന്നില്ല. ദേ കാണു ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. നീ അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും. നോയിക്കോ. അതിനാ രക്ഷപ്പെട്ടില്ല, പിന്നെ എങ്ങനെ പിടിക്കാനാ? ദാ ഇവിടെയുണ്ട്. ഇല്ലില്ല, ഈ സ്റ്റാപ്ലർ കൊണ്ട് എങ്ങനെ പിടിക്കാനാ? അതിനെ പറ്റിയ ഒന്നും തന്നെ കാണുന്നില്ല.
അയ്യ. ഇത് പറ്റില്ല, ഇതും പറ്റില്ല, ഇതൊന്നും പോരാ. ഓ ഇത് പശയാണല്ലോ, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? അയ്യോ എന്റെ കാല് കുടുങ്ങി, എനിക്കെന്താ ഓടാൻ പറ്റാത്തത്. കള്ളനെ പിടിച്ചു, കള്ളനെ പിടിച്ചു. ഇവിടെ ഉപകാരപ്പെടുന്ന ഒരു കുന്തവും ഇല്ലല്ലോ. ഹണി കള്ളനെ പിടിച്ചേ. ആ, ഞാൻ പിടിച്ചെന്നോ? അതെപ്പോഴാ? ആ ചെലപ്പോ പിടിച്ചു കാണും. ഞാനല്ലെങ്കിലും വേറെ ലെവലാ. ഏ? ഏ? അതെ അതെ, ഈ കള്ളനെ ഞാൻ തന്നെ പിടിച്ച നാട്ടുകാരെ. ഇതൊക്കെ എനിക്ക് വെറും നിസ്സാരമാ, അറിയോ? ഭയങ്കര ബുദ്ധിമാനാ. ആരാണ് ബോൾ കളഞ്ഞത്? അവര് തന്നെ പോയി എടുക്കണം. ഓക്കെ, ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാം. ആ ദാ കിടക്കുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ ബോൾ പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. അതിലെന്താ കാര്യമുള്ളേ? ഈ ബോൾ കൊണ്ട് കളിച്ചു നോക്കാം, ചിലപ്പോ ജയിച്ചാലോ. എന്റെ അമ്മേ, നീ ആരാ? അപ്പോടപ്പോ ചപ്പ. ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ കഴിക്കാറ്. പക്ഷെ ഞാൻ ഉണ്ടാക്കാത്തത് ഓൺലൈനിൽ വരുത്താറാണ് പതിവ്. ഇവിടുന്ന് വേഗം സ്ഥലം വിടാൻ നോക്ക്. ആനയ്ക്ക് ഒരിക്കലും കുതിരയാകാൻ കഴിയില്ല. പക്ഷെ കുതിരയേക്കാൾ വലിപ്പമുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആനയായിരിക്കും. ഈ ആനയെ നിങ്ങൾ എനിക്ക് തന്നേക്ക്. ഇത് ഞാൻ എന്റെ മ്യൂസിയത്തിലാക്കും. മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിട്ട് ഇവൻ പാണ്ഡ്യജിയെ കൊണ്ടുപോകാൻ നോക്കുകയാണ്. നമ്മൾ ഇവനെ സഹായിച്ചേ മതിയാകൂ. മര്യാദയ്ക്ക് ആ ആന എനിക്ക് തന്നേക്ക്. ഇവനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവൻ അവിടെ സുരക്ഷിതനായിരിക്കും. ഓടിക്കോ. പാണ്ഡേജി, ഇനി നീ പേടിക്കണ്ട. അപ്പോഴേക്കും ഞങ്ങൾ നെറ്റിലോ നോക്കട്ടെ നീ എവിടെന്നാ വന്നേന്ന്. ഓക്കെ? അപ്പാ ഡപ്പാ. ഓക്കെ ഡപ്പാ. അയ്യോ, നല്ല തീറ്റയാണല്ലോ. ആന കരിമ്പങ്കാട്ട് കയറി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദാ ഇത് അടുക്കളയാണെന്നുള്ള ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കൂട്ടുകാരെ, ഞാൻ നെറ്റിൽ നോക്കി എല്ലാം മനസ്സിലാക്കി. വെള്ള ആനകളെ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. ഇവൻ ആഫ്രിക്കയിലുള്ളതാ. അപ്പൊ ഇവനെ കൊണ്ടവൻ ആഫ്രിക്ക വരോ? ഈ ആഫ്രിക്ക എന്ത് മനുഷ്യനാ? സ്വന്തം കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ചല്ലേ പോയത്. ആഫ്രിക്ക എന്നതൊരു രാജ്യമാണ്. നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകുന്നു പാണ്ഡ്യജി അവിടെ വിടാനായിട്ട്. ഞാൻ ഉടുക്കാറുള്ളത് ഞാൻ തന്നെ കഴുകും. പിന്നെ ഞാൻ ഉടുക്കാത്തത് എന്താണോ അതൊട്ട് ഞാൻ കഴുകാറുമില്ല. എന്റെ മ്യൂസിയവും ആഫ്രിക്കയിലാണ്. ഇനി ഇവന്മാരെ പിന്തുടർന്നുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെത്താം.
സമുദ്രത്തിന്റെ റാണിയാണ് ഞാൻ. ക്ഷമിക്കണം മുതലാളി, അങ്ങേക്കാൾ എത്രയോ ചെറിയവളാണ് ഈ ഉള്ളവൾ. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം എന്തായാലും ഫ്ലൈറ്റിനെ നിർത്താനായി കഴിഞ്ഞു പാണ്ഡജിക്ക്. അവന്മാരെ തടഞ്ഞു നിർത്ത്. ഞാൻ വലിച്ചെറിയുന്നതെല്ലാം ഞാൻ തന്നെ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ വലിച്ചെറിയാത്ത സാധനങ്ങൾ അത് വൃത്തിയാക്കുന്നവർ മാത്രമേ എടുക്കൂ. അടിക്കവന്മാരെ. നോക്കിക്കോളാം, നിങ്ങൾ എന്റെ മോനെ ഒന്ന് രക്ഷിക്കണം. അവരൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നമ്മൾ ആരാണെന്നും എന്താണെന്നും യുവമാർക്ക് ഇന്ന് കാണിച്ചു കൊടുക്കണം. ഈ സമയത്തും ഇവന്റെ ശ്രദ്ധ മുഴുവൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതില്ല, രണ്ടടി യോമാർക്ക് കൊടുക്കുന്നതിലല്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഈ 5 സെൽഫി തന്നെ ധാരാളം. ഹണി വേണ്ട. അയ്യോ, ആ സൈക്കിള് വെയിറ്റ് പ്ലേറ്റിലൊന്നും ഇടിക്കാതിരുന്നാ മതിയായിരുന്നു. രക്ഷപ്പെട്ടു. ഭാഗ്യം, ട്രെഡ്മില്ലിനൊന്നും പറ്റിയില്ലല്ലോ. ഹാവ്, എന്തായാലും എടാ, നന്നായി. ഇനി വാ തുറന്ന് പോകരുത്. അയ്യോ